ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 25-26 വാക്യങ്ങൾ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആത്മാവും ആത്മാവിൻ്റേതായ ജീവിതവും എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ വചനത്തിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുകയും, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ഈ ലോകത്തിൻ്റെതായ രീതികളിൽ സ്വന്തം ജീവനെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ വാസ്തവത്തിൽ അത് നഷ്ടപ്പെടുത്തുകയാണ്, യഥാർത്ഥ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവനെ പ്രതി നമ്മുടെ ജീവൻ നാം നഷ്ടപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവനെ നാം അവൻ്റെ ജീവനോട് ഐക്യപ്പെടുത്തുമ്പോൾ, നാം വാസ്തവത്തിൽ നമ്മുടെ ജീവനെ സ്വന്തമാക്കുകയാണ് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയും, ലോകം മുഴുവൻ നേടിയാലും അഥവാ ഈ ലോകം മുഴുവൻ നമ്മുടെ സ്വന്തമായാലും, ഈ ലോകത്തിൽ എന്തെല്ലാം നന്മകളും എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം സുഖങ്ങളും എന്തെല്ലാം സ്ഥാനങ്ങളും എന്തെല്ലാം നമുക്കുണ്ടായി എങ്കിലും ഈശോയുടെ ജീവനോട് നമ്മുടെ ജീവനെ ഐക്യപ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ പരാജയമായിരിക്കുമെന്ന് ഈശോ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയും, നമുക്കറിയാം പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം: ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടിയ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയാ നാം മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയാ ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുന്നത്. ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയല്ലാതെ ആരും മാമോദീസ സ്വീകരിക്കേണ്ടതില്ല. എന്താ ഈശോ മിശിഹ എന്ന് പറയുന്നത്? ഈശോ മിശിഹ എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ രക്ഷയെ. ഈശോ വെറും രക്ഷകനല്ല. ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്തതാ ഈശോ മിശിഹ. ആ ഈശോയോട് ഐക്യപ്പെടുമ്പോൾ ഒരു വ്യക്തി തൻ്റെ രക്ഷയോട് ഐക്യപ്പെടുകയാണ്. ഈശോയോട് ഒരു വ്യക്തി ഐക്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഐക്യപ്പെടുകയാണ്. ഒരു വ്യക്തി ഈശോയോട് ഐക്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനോട് ഐക്യപ്പെടുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളോട് ഐക്യപ്പെടുകയാണ്. ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് വചനം പറയുകയാ, ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടി.
സ്നേഹമുള്ളവരെ, എനിക്ക് വേണ്ടി, എന്നോട് ഐക്യപ്പെടാൻ വേണ്ടി, എന്നോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി, എന്നെ സ്വന്തമാക്കുവാൻ വേണ്ടി, എന്നെ രക്ഷയുടെ അവസ്ഥയിലേക്ക് നയിക്കുവാൻ വേണ്ടി സ്വയം നഷ്ടപ്പെടുത്തിയ, സ്വയം ജീവൻ നഷ്ടപ്പെടുത്തിയ ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയ നാം മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയോട് ഐക്യപ്പെടുക എന്നുള്ളത്. ഈശോയോട് ഐക്യപ്പെടുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഈ ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാവരും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ പൗലോസ്ലീഹ ആ ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്തത് എന്ന് തൻ്റെ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറയുന്നത്? 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയും, ഇത് ഈശോയെ നേടുന്നതിനും അവനോട് ഒന്നായി മാറുന്നതിനും വേണ്ടിയത്രേ. ഇത് ഈശോയെ നേടുന്നതിനും അവനോട് ഐക്യപ്പെടുവാനും വേണ്ടിയത്രേ. ഇത് ഏതാ? അത് 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വെക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയുമെന്ന്, ഈ ലോകത്തിൻ്റെതായ സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും സൽപ്പേരിൻ്റെയും ഒക്കെ മാനദണ്ഡത്തിൽ ഈ ലോകത്തിൽ പ്രത്യാശയുണ്ട്, പ്രത്യാശ വെക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയെക്കാൾ അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം അദ്ദേഹം പറയുകയാണ്, ഒരു കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായിൽ ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവൻ, യഹൂദ മതാത്മകതയുടെ വിലയിരുത്തൽ മാനദണ്ഡം അനുസരിച്ച് പൂർണ്ണതയുള്ള പരമമായ യോഗ്യതയുള്ള ഒരു വ്യക്തിയ താനെന്ന തിരിച്ചറിവ് സ്ലീഹായ്ക്കുണ്ട്. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം, അദ്ദേഹം ഒരു കാഴ്ചപ്പാടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, തനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ ഈശോയെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ, ഈശോയെ അറിഞ്ഞത് അല്ലേ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഈശോ വെളിപ്പെടുത്തി. യോഹന്നാൻ 1:18. ആ ഈശോയെ അറിഞ്ഞപ്പോൾ, ഈശോ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലാണ് എന്ന്, ഈശോ ദൈവത്തിൻ്റെ രക്ഷയുടെ മനുഷ്യാവതാരമാണ് എന്ന് അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക് സ്ലീഹ കടന്നു വന്നപ്പോൾ, ഈശോ മിശിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സർവവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ പരിഗണിക്കുകയും ചെയ്യുന്നു. ഈ ലോകം സമ്മാനിച്ചേക്കാവുന്ന നന്മകളെല്ലാം, ഈ ലോകം നൽകിയേക്കാവുന്ന എല്ലാ നന്മകളെയും ഈശോയോട് തുലനം ചെയ്തിട്ട്, ഈശോയാണ് എൻ്റെ ഏക നന്മ,
ഈശോയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏക നന്മ. ഈശോ അല്ലാത്ത നന്മകളൊന്നും യഥാർത്ഥ നന്മയല്ല എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് ശ്ലീഹ കടന്നു വരികയാണ്. ഈശോ അല്ലാത്ത ബാക്കി നന്മകളെല്ലാം ഈശോയാകുന്ന പരമ നന്മയിലേക്കുള്ള എൻ്റെ യാത്രയ്ക്ക് തടസ്സം വരുത്തുന്നു, എൻ്റെ ആന്തരികമായ തീർത്ഥാടനത്തിന് തടസ്സം വരുത്തുന്നു എന്ന തിരിച്ചറിവിൽ വഴിയിലുള്ള വിഘ്നങ്ങളായി കണ്ടുകൊണ്ട് എടുത്തു മാറ്റുന്ന, അകറ്റുന്ന ശ്ലീഹായെ നാം കണ്ടുമുട്ടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളെ വിശിഷ്യ സമകാലിക ആത്മീയ സംസ്കൃതിയിൽ നാം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരുതരം ഭൗതികതയുടെ ആത്മീയതയെ വളരെ ഗൗരവതരമായ വിലയിരുത്തലിന് നാം വിധേയമാക്കേണ്ടത്. ഇന്ന് പ്രാർത്ഥന പോലും ആത്മീയത പോലും ഭൗതികവൽക്കരിക്കപ്പെടുന്ന ഒരു അപകട പ്രവണതയിലൂടെ കടന്നു പോവുകയും പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയും ചെയ്യുകയും, പ്രാർത്ഥിക്കുന്നത് പോലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി. ഈശോ പോലും കേവലം ഈ ലോകത്തിൻ്റെതായ കുറച്ച് ഭൗതിക നന്മകളുടെ ദാതാവ് മാത്രമായി. ഈശോ അവനിൽ തന്നെ സ്വന്തമാക്കപ്പെടേണ്ട ഒരു നന്മയായി, ബാക്കിയെല്ലാം വിലയായി കൊടുത്തിട്ട് വേണമെങ്കിലും സ്വന്തമാക്കപ്പെടേണ്ട നിധിയായി, വിലമതിക്കാനാവാത്ത സമ്പത്തായി ഈശോ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു വലിയ അപകടം. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ 44, 45, 46 വാക്യങ്ങളിൽ ഒരു വലിയ ദൈവരാജ്യ സത്യം ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. തനിക്കുള്ളതെല്ലാം വിറ്റിട്ടാണെങ്കിലും സ്വന്തമാക്കിയാലും അതൊരിക്കലും ഒരു നഷ്ടമായി മാറില്ലാത്ത വിധം വിലമതിക്കാനാവാത്ത സമ്പത്തായി, വിലമതിക്കാനാവാത്ത നിധിയായി, വിലമതിക്കാനാവാത്ത ഒരു രത്നമായി, ജീവിതത്തിൻ്റെ ഏകവും പരമവുമായ നന്മയായി ഈശോയെ കണ്ടുമുട്ടേണ്ടതിൻ്റെ, ഈശോയെ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത ദൈവവചനം ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ഈശോ എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെതായ കുറച്ച് കൊച്ചു ഭൗതികമായ, ശാരീരികമായ, ലൗകികമായ നന്മകളെ പ്രാപിക്കുവാനുള്ള ഒരു മാർഗമോ മാധ്യമമോ അല്ല. പിന്നെയോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ സമഗ്രതയുടെ ലക്ഷ്യമായി, ഒരു ജീവിതയാത്രയുടെ ആത്യന്തിക ലക്ഷ്യമായി, ഒരു ജീവിതം മുഴുവൻ്റെയും അധ്വാനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി മാറപ്പെടേണ്ടതായ ജീവിതത്തിൻ്റെ പരമ നന്മയായി ഈശോയെ മനസ്സിലാക്കേണ്ടതിൻ്റെ, ഈശോയെ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത. ഈശോയാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന,
സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുന്ന ഒരു ലൗകിക വ്യവസ്ഥിതിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു സ്വർഗരാജ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് മരണശേഷമല്ല, ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കേണ്ടതാണ് എന്നും, ചങ്ങലകൾ പൊട്ടിവീഴുമ്പോൾ, വ്യവസ്ഥിതികൾ തകർന്നു വീഴുമ്പോൾ അത് സംഭാവ്യമാകുമെന്നുമൊക്കെ പഠിപ്പിക്കുന്ന ഭൗതിക സ്വർഗത്തിൻ്റെ നിർമ്മിതി നടത്തുവാൻ പരിശ്രമിക്കുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുമെന്നും, കേൾവിക്കിമ്പകരമായ പുത്തൻ സുവിശേഷങ്ങളുമായി മനുഷ്യന്റെ ആത്മാവിനെ പിച്ചു ചീന്തുവാൻ വരുന്ന കപടപരഷ്ടാക്കളെ പോലെ അവർ കടന്നു വരുമെന്നും പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹായിലൂടെ എത്ര കൃത്യമായിട്ടാ നമ്മെ അന്ന് നമ്മെ വചനം ഓർമ്മപ്പെടുത്തിയത്. സ്ലീഹ തിമോത്തിയോസ് എഴുതിയ 2-ാമത്തെ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, കേൾക്കുവാൻ ഇമ്പമുള്ള, കൊല്ലുവാനും കൊല വിളിക്കുവാനും, അടിക്കുന്നവനെ തിരിച്ചടിക്കുവാനും ഉപദ്രവിക്കുന്നവനെ തിരിച്ചുപദ്രവിക്കുവാനും പ്രതികാര ബുദ്ധിയോടെ പെരുമാറുവാനുമൊക്കെ ആഹ്വാനം ചെയ്യുന്ന, അങ്ങനെ രക്തച്ചൊരിച്ചിലിന്റെ വിപ്ലവാനന്തരം സംഭാവ്യമാകുമെന്ന് വ്യാമോഹിക്കുന്ന ഒരു സമത്വസുന്ദര ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് സ്വന്തം ചോര ചിന്തുവാൻ, ജീവൻ വെടിയുവാനൊക്കെ ആവേശം കൊള്ളിക്കുന്ന ആശയങ്ങൾ പകർന്നു തരുന്ന തത്വസംഹിതകളും പ്രസ്ഥാനങ്ങളുമൊക്കെ തിരിച്ചറിയണം. ഈ ലോകമല്ല സ്വർഗമെന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സുഭിക്ഷതകളുമല്ല സ്വർഗമെന്ന് പറയുന്നത്. സ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ തീറ്റയും കുടിയുമല്ല, ഭക്ഷണമോ പാനീയമോ അല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം, ഈശോയിലുള്ള ആനന്ദം, സ്വർഗീയമായ ആനന്ദം, ഈശോയുടെ വാഗ്ദാനമായ, ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ദൈവമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ നന്മയെന്ന്. കാരണം നമ്മുടെ മനസ്സ് ദുർബലപ്പെട്ടു പോകുന്ന ഭൗതികമായ നന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് ഒരുപാട് ഉറവിടങ്ങളിൽ നിന്ന് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഈ ലോക ജീവിതത്തെ സംബന്ധിക്കുന്നതായ സംഗതികൾ മാത്രം മനസ്സിനെയും മനോഭാവങ്ങളെയും വിലയിരുത്തലുകളെയും സ്വാധീനിക്കുന്ന ഒരു വിപരീതമായ അവസ്ഥ. ഇതൊരു പ്രലോഭനമാണ് എന്നും നിന്റെ ആന്തരികതയെ ദുർബലപ്പെടുത്തുമെന്നും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ഒരു മെച്ചപ്പെട്ട ജോലി, മെച്ചപ്പെട്ട വരുമാനങ്ങൾ, മെച്ചപ്പെട്ടതായ ജീവിത സാഹചര്യങ്ങൾ, മെച്ചപ്പെട്ട വാഹനങ്ങൾ, ഇതുകൊണ്ടൊക്കെ ജീവിതം സുഖമാകും, ജീവിതം നന്മയുള്ളതായി മാറും എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നതായ ഒരു കാലം.
സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഖലോലുപതയുടെയും മദ്യാസക്തിയുടെയും ജീവിത വ്യഗ്രതയുടെയും ഒക്കെ ഫലമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വാസ്തവത്തിൽ രോഗങ്ങളും അസ്വസ്ഥതകളും അസുഖകരമായ സ്ഥിതിവിശേഷങ്ങളുമാണ് ഇന്ന് മനസ്സിലാക്കുവാൻ ദൈവികമായ ജ്ഞാനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവികമായ ഒരു ജ്ഞാനത്തിന് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. പരിപരുത്തതായ വിപരീത സ്വഭാവങ്ങളുള്ള സഹന സംബന്ധമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന വ്യക്തികൾക്കുണ്ടായിരുന്ന ആരോഗ്യമോ ശരീരത്തിനോ മനസ്സിനും ഉണ്ടായിരുന്ന ആരോഗ്യത്തിൻ്റെ ഒരംശം പോലും സുഖസൗകര്യങ്ങളുടെയും ജീവിത വ്യഗ്രതയുടെയും ഇടയിൽ നെട്ടോട്ടം മൂടുന്ന ഇന്നിൻ്റെ തലമുറയ്ക്ക് ഇല്ല എന്ന വസ്തുത പലപ്പോഴും നാം വിസ്മരിച്ചു പോവുകയാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ദൈവികമായ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്: കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ അത് ചെയ്യുന്നത് കേവലം നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ്, നാമോ അനശ്വരമായതിനു വേണ്ടി. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെയും നഷ്ടപ്പെട്ടവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. അനശ്വരമായ കിരീടത്തെ ലക്ഷ്യമാക്കി ശരീരത്തെയും മനസ്സിനെയും കർശനമായി നിയന്ത്രിക്കണമെന്ന് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയും, അനശ്വരമായ കിരീടത്തിന് വേണ്ടി ഈ ലോകത്തിൻ്റെതായ എന്തെങ്കിലും കുറച്ച് കൂടുതൽ അറിവ് നേടുവാനോ ഉയർന്ന സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കുവാനോ കൂടുതൽ സമ്പത്ത് സ്വരുക്കൂട്ടുവാനോ സുഖസൗകര്യങ്ങൾക്കിടയിൽ അഭിരമിക്കുവാനോ വേണ്ടിയല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമേ ആയിമാറാതിരിക്കട്ടെ. പിന്നെയോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയോട് ഐക്യപ്പെടുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയോട് ഒന്നായി മാറുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയെ സ്വന്തമാക്കുക എന്നുള്ളത്. കാരണം സ്വർഗം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സമ്മാനവും അത് ഈശോ മിശിഹ എന്ന വ്യക്തി. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരവസ്ഥയല്ല, ഒരു സാഹചര്യമല്ല, പിന്നെയോ ഒരു വ്യക്തിയാണ്. ഈശോ മിശിഹ എന്ന നസ്രത്തിലെ തച്ചൻ്റെ മകന ദൈവരാജ്യം. ആ ഈശോ മിശിഹ എന്ന വ്യക്തിയെ സ്വന്തമാക്കുവാനും ആ വ്യക്തിയോട് താതാത്മ്യപ്പെട്ട് ആ വ്യക്തിയോട് ഐക്യപ്പെട്ട് ആ വ്യക്തിയെ സ്വന്തമാക്കി ജീവിതത്തിൻ്റെ സമഗ്രതയുള്ള സാക്ഷാത്കാരത്തിലേക്ക് ഉയരുവാനാ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ ഈശോ എന്ന പരമമായ നന്മ, ഈശോ എന്ന ഏകമായ നന്മ, ആ ഈശോയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നന്മയെ ഈ ലോകത്തിൽ ഞാൻ ലക്ഷ്യം വെക്കുമ്പോൾ ഞാൻ ഈശോയിൽ നിന്ന് എങ്ങനെയൊക്കെയോ അകന്നു പോകുന്നു എന്ന്, ഈശോ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നന്മ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറുന്നുവെങ്കിൽ അത് ആത്യന്തികമായി വിഗ്രഹാരാധനയായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുന്നു എന്ന ദൈവിക സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ ലക്ഷ്യമാക്കി ഈശോയെ സ്വന്തമാക്കി ഈശോയോട് വിലയം പ്രാപിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.